നമസ്കാരം ശശി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കേവർക്കും വളരെ രസകരവും കൗതുകകരവുമായ ഒരു വാർത്തയിലേക്ക് ഹാർദവുമായി സ്വാഗതം. 28/2/2025 ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് ഒരു സംഗമം സംഘടിപ്പിച്ചു. വയോജന സംഗമം 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വയോജന സംഗമത്തിൽ വയോജനങ്ങൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു. നമുക്ക് ആ ദൃശ്യത്തിലേക്ക് ഒന്ന് പോയി വരാം.
ഇവിടെ മറന്നു പോകാതിരിക്കാൻ ഒരാളുണ്ട്. നമ്മുടെ കുരിയോട് കുന്നുംപുറം വാർഡ് മെമ്പർ PS സുനിൽകുമാർ. അദ്ദേഹം ഈ അച്ഛനമ്മമാരോടൊപ്പം പാട്ടുപാടിയും ഡാൻസ് കളിച്ചും ആടിയും പാടിയും ചേരുക എന്ന് വേണമെങ്കിൽ പറയാം. സുനിൽകുമാറിൻ്റെ പാട്ടുകൾ ആ വന്നിരുന്ന അമ്മമാരെയും അച്ഛന്മാരെയും വളരെ ആഹ്ലാദത്തിലേക്ക് കൊണ്ടുപോയി അവർ ഒപ്പം ആടുകയും പാടുകയും ചെയ്തു. വെറും ഒരു സംഗമം എന്ന് പറയാൻ കഴിയില്ല. ആട്ടത്തിൻ്റെയും പാട്ടത്തിൻ്റെയും കൂട്ടത്തിൻ്റെയും സംഗമം, ഒരു വലിയ സംഗമം. സുനി മെമ്പറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ വിട്ടുപോകരുത്. വിഷ്ണു മെമ്പറും ഒട്ടും മോശമല്ല കേട്ടോ. അദ്ദേഹം നന്നായി ഡാൻസ് കളിക്കും. കണ്ടില്ലേ ഡാൻസ് കളിക്കുന്നത്? ഇവർക്കൊക്കെ ഓരോ കലാവിരുദ്ധകൾ ഉണ്ടെന്നേ ഇവരൊന്നും പുറത്തെടുക്കാതെ വെച്ചേക്കുകയാണ്. അതിനുള്ള അവസരങ്ങൾ നമ്മൾ എത്തണം. തീർച്ചയായിട്ടും അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്ത പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ A. രാജു അവർക്ക് ഒരു പാട്ട് വളമായിരുന്നു. സാക്ഷിക്ക് പരിഭവമുണ്ടേ അതിൽ. ഇനി വരട്ടെ. ഇനി ഒരവസരത്തിൽ നമ്മൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ കൊണ്ട് പാട്ട് പാടിക്കും. ഈ പാട്ടുമൊക്കെ കണ്ടപ്പോഴും ഞാനും വിചാരിച്ചതാ, സാക്ഷിയും വിചാരിച്ചതാ, ഒന്നിറങ്ങി പാടിയാലോ അല്ലെങ്കിൽ ഇവരവിടെ കൂടിയാലോ. പക്ഷെ നമുക്ക് കലാബോധമില്ലല്ലോ, അതുകൊണ്ട് മാറി. എല്ലാ അഭിനന്ദനങ്ങളും ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന് ഒരിക്കൽ കൂടി അറിയിക്കുന്നു. തീർച്ചയായും ഇത്തരം സംരംഭങ്ങൾ ഈ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒരുക്കി കൊടുത്ത ഒരു വലിയ നിമിഷമാണ്. കാരണം അവരവരുടെ ജീവിതത്തിൻ്റെ ഒരമ്മ പറയുന്നത് കേട്ടു, ഞാൻ എൻ്റെ ചെറുപ്പത്തിലേക്ക് തിരിച്ചുപോയി എന്നുള്ളത്. തീർച്ചയായും അങ്ങനെയൊക്കെ പറയുക തന്നെ, കേൾക്കുക തന്നെ ഒരു വലിയ കാര്യമാണ്. തീർച്ചയായും ഇനിയുള്ള സമയങ്ങളിലും വർഷം തോറും ഇങ്ങനൊരു സംഗമം നടത്താനും അത് വിജയിപ്പിക്കുവാനും പഞ്ചായത്ത് കമ്മിറ്റികൾക്കും നടക്കട്ടെ. ഇത് ഒരു അനുകരണമായി കണ്ട് മറ്റുള്ള സ്ഥലങ്ങളിലും ഇതുപോലെ സംഗമങ്ങൾ നടത്തി വാർദ്ധക്യത്തിലെ വിരസത മാറ്റാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കട്ടെ എന്നുകൂടി ആശിക്കുന്നു.